ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവിടുകയായിരിക്കും. എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ ഈ മണിക്കൂർ ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 1937 ഒക്ടോബറിലാണ് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈ സമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈശോ വെളിപ്പെടുത്തി കൊടുത്തത്. ഈ സമയം കാരുണ്യത്തിന്റെ മണിക്കൂറാണെന്നാണ് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തിയത്. 3 മണിക്കാണ് ഈശോയുടെ ഹൃദയം ഒരു പടയാളി കുത്തി തുറന്ന് അവിടെ നിന്നും രക്തവും വെള്ളവും ഒഴുകിയത്. ആ പടയാളിയുടെ പേര് ലോഞ്ചിനസ് എന്നാണെന്നാണ് അപ്പോക്രിഫൽ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് കാഴ്ചശക്തി കുറവായിരുന്നു. യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ രക്തത്തുള്ളികളും വെള്ളവും ലോഞ്ചിനസിന്റെ കണ്ണുകളിൽ സ്പർശിച്ചപ്പോൾ അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചുകിട്ടി. പിന്നീട് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയും രക്തസാക്ഷിയും വിശുദ്ധനുമായി. പാപിയിൽ നിന്ന് വിശുദ്ധനായി അദ്ദേഹം രൂപാന്തരപ്പെട്ടു. ഈ മണിക്കൂറിനെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ ഈശോ സന്തോഷിക്കുന്നു.